എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലുള്ള കാർഷികോത്സവം ആരംഭിച്ചു. 7-ാം തീയതിയാണ് കാർഷികോത്സവം സമാപിക്കുന്നത്. ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. കോതമംഗലം എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിലാണ് കാർഷികോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞായറാഴ്ച സിനിമാ താരം മഞ്ജു വാര്യറാണ് കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തത്. 2-ാം ദിവസം നടന്ന കാർഷിക സെമിനാർ മുൻ അംബാസിഡർ വേണു രാജമണി ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കണം, എങ്കിൽ മാത്രമേ കൃഷി വ്യാപിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുപുറം അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ കൃഷി നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം കർഷകർക്ക് ബഹുമാനം ഉണ്ടാകണം. അവർക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടാകണം. കർഷകരിൽ നിന്നും പഠിക്കുവാനായി നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം എന്നും തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനം, നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ നട്ടൽ. നിങ്ങൾ നൽകുന്ന സേവനങ്ങളാണ് ഈ രാജ്യത്തെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്. നിങ്ങൾ നന്നാവണം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം, നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകണം. നിങ്ങളുടെ നാളത്തെ കേരളത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം കൃഷി അവരുടെ ആദ്യത്തെ ഓപ്ഷനായിരിക്കണം, അവസാനത്തെ ഓപ്ഷനല്ല. അവരെല്ലാം കളഞ്ഞിട്ട് കൃഷിയിലേക്ക് വരുന്നവരല്ല വേണ്ടത്. ആവേശത്തോടുകൂടി ഉത്സാഹത്തോടു കൂടി കൃഷി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു യുവതലമുറയെ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കണം. ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുവാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത്. GTV ന്യൂസ് കോതമംഗലം.